ഇനി 13 മുതൽ 19 വരെയാണ്. ഇവിടെ ചെറിയൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം ഉദാഹരണം പറയാം. 13 ആൺകുട്ടികൾ. സലാസത അശറ വലദൻ, അങ്ങനെ പറയാം. മഅദൂദ് മുദക്കറാണ് ഇവിടെ, വലത് എന്ന പദം. അതുകൊണ്ട് തന്നെ ഇതിൽ 2 എണ്ണങ്ങളുണ്ട് പറഞ്ഞല്ലോ, സലാസയുമുണ്ട് അശറയുണ്ട്. അതിലാദ്യത്തെ എണ്ണം ഏതാണ്? സലാസയാണ്. അതിനെ എന്ത് ചെയ്യണം? ഈ മഅദൂദിൻ്റെ ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ എങ്ങനെ ആക്കണം? അതിനെ മുഅന്നസ് ആക്കണം. സലാസത്ത. സലാസത്തു എന്നോ സലാസിത്തി എന്നോ പറയത്, കാരണം അത് മബ്നിയാണ്. അപ്പോൾ സലാസത്ത. അശറ. അശറയെ എങ്ങനെ ചെയ്യണം? ഈ മഅദൂദിനെ പോലെ തന്നെ മുദക്കറാണ് മഅദൂദ് എങ്കിൽ ഈ അശറയെയും എന്താക്കണം? മുദക്കറാക്കണം. ഓപ്പോസിറ്റ് ആക്കേണ്ടത് ഏതാണ്? ആദ്യത്തിലുള്ള എണ്ണത്തെയാണ്. അപ്പോൾ അങ്ങനെ സലാസത അശറ വലദൻ. അർബഅത അശറ കിതാബൻ, 14 പുസ്തകങ്ങൾ. 15 പേനകൾ. എങ്ങനെ പറയാം? ഖംസത അശറ ഖലമൻ. ഇനി മഅദൂദ് മുഅന്നസ് ആണെങ്കിലോ? 13 പെൺകുട്ടികൾ. എങ്ങനെ പറയാ? സലാസ അശ്റത ബിൻതൻ. അർബഅ അശ്റത ബഖറതൻ, 14 പശുക്കൾ. 19 കോളേജ്. എങ്ങനെ പറയാ? തിസ്അ അശ്റത കുല്ലിയതൻ. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, മഅദൂദിലേക്ക് നോക്കുക, മുദക്കറാണോ ഈ എണ്ണത്തിലുള്ള ആദ്യത്തെ എണ്ണത്തെ മുഅന്നസാക്കുക, രണ്ടാമതുള്ള അശറയെ എന്ത് ചെയ്യുക? മുദക്കറാക്കുക. ഇനി മഅദൂദ് മുഅന്നസ് ആണെങ്കിലോ ആദ്യത്തെ എണ്ണത്തെ മുദക്കറാക്കുക, അശറയെ മുഅന്നസുമാക്കുക. മനസ്സിലായോ? ബാക്കിയുള്ള എണ്ണങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.